അതല്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ സീനിയേഴ്സ് ഒക്കെ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവരെ ഞാൻ പുച്ഛിച്ചു. അതെ, നമ്മൾ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവത്തില്ല. അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ കോർ മെമ്മറീസ് ഹിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നീണ്ട ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ഇന്ന് എന്റെ കോളേജ് വന്നു. 3 വർഷം മുമ്പ് ഈ ഒരു ടൈമിലാണ് ഞാൻ ഇവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് വരുന്നത് കേട്ടോ. ഇന്ന് ഈ സമയം തന്നെ ഞാൻ ടീസ് മേടിക്കാൻ വന്നിരിക്കുന്നു. എന്തായാലും സമയത്തിന്റെ ഒരു പോക്കെന്നൊക്കെ പറയുന്നത് റോക്കറ്റ് പോകുമോ ഇതുപോലെ വേഗത്തിൽ. അതൊക്കെ പോട്ടെ. അപ്പൊ ഞാൻ ഓഫീസ് റൂമിൽ നിന്ന് പേപ്പറൊക്കെ മേടിച്ച് TC ഫോർമാറ്റ് ഒക്കെ എഴുതിയെല്ലാം ഫില്ല് ചെയ്തു കേട്ടോ. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്താന്ന് ചോദിക്കുവാണെങ്കിൽ ലൈബ്രറിയിലും പോണം, ഡിപ്പാർട്ട്മെന്റിലും പോണം. അവിടുന്ന് സൈൻ മേടിക്കണം, അതായത് ഡ്യൂ. എന്റെ ഉള്ളിൽ കുറച്ച് കലാബോധം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഫസ്റ്റ് ഇയറിൽ തന്നെ 2 ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് ഒരു ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞു. പക്ഷെ ബാക്കിയുള്ളത് മറന്നുപോയി എന്നെ വായിക്കാൻ. അത് എവിടെയോ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ബുക്കൊക്കെ തിരിച്ചു കൊടുത്തു കേട്ടോ. കറക്റ്റ് ആയിട്ട് ഡ്യൂ ഒന്നുമില്ലാതെ എല്ലാ ബുക്കും ഞാൻ തിരിച്ചു കൊടുത്തു. നേരത്തെ കാണിച്ച 2 ബുക്കിൽ ഒരെണ്ണം ആട്ടോ ഞാൻ വായിക്കാതെ മറന്നു പോയിരുന്നത്. അതിപ്പോ കുഴപ്പമൊന്നുമില്ലെന്ന്, നമുക്ക് പുറത്തുനിന്നാണെങ്കിലും ബുക്ക് മേടിച്ച് വായിക്കാമല്ലോ. ആദ്യമേ ഞാൻ കാണിച്ച ഒരു പണി നടക്കുന്ന ബിൽഡിംഗ് ഇല്ലേ, അത് ഞാൻ ഇവിടെ കേറിയപ്പോ പൊളിച്ച ബിൽഡിംഗ് ആട്ടോ. അവിടെ ആയിരുന്നു എല്ലാ പരിപാടിയും ഞങ്ങളുടെ കോളേജിൽ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടും അതിന്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സന്തോഷം മാത്രം, അല്ലാതിപ്പോ എന്ത് പറയാനാ. അപ്പൊ അവിടുത്തെ പരിപാടികളെല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ സൈൻ ഇടാൻ പറ്റിയില്ല. അപ്പൊ അടുത്ത ദിവസം വരാൻ പറഞ്ഞു കേട്ടോ. അതിന്റെ വിശേഷങ്ങളായി അപ്പൊ വരാം.